ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിക്കുന്നത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സോറിയാസിസിന് ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ഫലം കാണാതെ വിഷമിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ കേരളത്തിലെ ഏറ്റവുമധികം സ്കിൻ കെയർ ക്ലിനിക്കുകളുള്ള ഡോക്ടർ സ്കിന്നിന്റെ കോഴിക്കോട് ചെറുട്ടി റോഡിലുള്ള ക്ലിനിക്കിൽ വരൂ. ഏതുതരം സോറിയാസിസും കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8281305000. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ. നടുവേദന, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു ചാലപ്പുറം ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VG ഉദയകുമാർ. ലോകത്ത് ഏറ്റവുമധികം ആളുകളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നമാണ് നടുവേദന. നട്ടെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് അവയവങ്ങളുടെ അസുഖങ്ങളുടെ പ്രതിഫലനമായും നടുവേദന അനുഭവപ്പെടാം. ഉദാഹരണത്തിന് മൂത്രാശയക്കല്ല്, ഗർഭാശയ രോഗങ്ങൾ എന്നിവയിലും നടുവേദന പ്രാഥമിക ലക്ഷണമായി വരാം. എന്നാൽ ക്ലിനിക്കൽ പരിശോധനകളിലൂടെ ഇവയെ വേർതിരിച്ച് അറിയുവാൻ കഴിയും. ഇനി സ്ലിപ്പ് ഡിസ്ക്, ഡിസ്ക് ബൾജ് എന്നിവ എന്താണ് എന്ന് പരിശോധിക്കാം. നമ്മുടെ ശരീരത്തെ നിവർന്നു നിൽക്കുവാൻ സഹായിക്കുന്ന ശരീരഭാഗമാണ് നട്ടെല്ല്. മധ്യഭാഗത്ത് ദ്വാരമുള്ള 32 ചെറിയ അസ്ഥികൾ അഥവാ കശേരുക്കൾ ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടുക്കിവച്ച മാതൃകയിലാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ഘടന. അപ്രകാരം മധ്യഭാഗത്ത് രൂപം കൊള്ളുന്ന ഒരു കുഴലിലാണ് നമ്മുടെ സുഷുമ്ന സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നത്. കശേരുക്കൾ പരസ്പരം ചേരുന്ന ഭാഗത്ത് അവ തമ്മിലുള്ള ഉരസൽ ഒഴിവാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നട്ടെല്ലിന് യഥേഷ്ടം വളയുന്നതിനും തിരിയുന്നതിനും സൗകര്യമൊരുക്കുന്നതിനുമായി കുഷൻ പോലെ പ്രവർത്തിക്കുന്ന വൃത്താകൃതിയിലുള്ള ഭാഗമാണ് ഡിസ്കുകൾ. ഇവയ്ക്ക് വശങ്ങളിലൂടെയാണ് സുഷുമ്നയിൽ നിന്നുള്ള നാഡികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഈ ഡിസ്കുകൾക്കുള്ളിലെ ജലാംശമാണ് ഇവയെ ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നത്. പ്രായമാകുമ്പോൾ ഇവയിലെ ജലാംശം കുറയുകയും അവയുടെ വണ്ണം കുറയുകയും ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരം അവസ്ഥയിൽ പെട്ടെന്നുള്ള സമ്മർദ്ദത്താൽ ഇത് വശങ്ങളിലേക്ക് നീങ്ങുന്നതിനെയാണ് ഡിസ്ക് തെറ്റൽ അഥവാ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ അധികമർദ്ദത്താൽ ഈ ഡിസ്കിൻ്റെ പുറത്തെ ആവരണത്തിന് പൊട്ടലോ കീറലോ സംഭവിക്കുന്നത് മൂലം ഉള്ളിലുള്ള പദാർത്ഥങ്ങൾ പുറത്തേക്ക് തള്ളിവരുന്നതിനാണ് ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞു വരുന്നത്. ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഡിസ്കുകൾ അതിൻ്റെ സ്വാഭാവിക സ്ഥലത്തു നിന്നും ചലിക്കുമ്പോൾ അവയ്ക്ക് സമീപത്തോടുകൂടി പോകുന്ന സുഷുമ്നയിൽ നിന്ന് കടന്നുവരുന്ന നാഡികളിലും രക്തക്കുഴലുകളിലും മർദ്ദം ഏൽപ്പിക്കുവാൻ ഇടയാകുന്നു. ഇതുമൂലം ആ നാഡികളുടെ വിതരണ സ്ഥലങ്ങളിൽ വേദന, തരിപ്പ്, കഴപ്പ്, പുകച്ചിൽ ഇവ അനുഭവപ്പെടും. ചിലപ്പോൾ സുഷുമ്ന സ്ഥിതി ചെയ്യുന്ന സ്പൈനൽ കനാലിൻ്റെ വ്യാസം തന്നെ കുറഞ്ഞുവെന്നും വരാം. ഈ അവസ്ഥയിൽ രോഗികൾക്ക് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അതിശക്തമായ വേദനയും കഴപ്പും അനുഭവപ്പെടും. വളരെ ഗുരുതരമാണ് സമ്മർദ്ദമെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായി വരാം. എന്നാൽ ആയുർവേദ ചികിത്സ കൊണ്ട് കനാൽ സ്റ്റിനോസിസ് ഭേദമാകുന്നതായും MRI പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ആയുർവേദ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. മർമ്മ ചികിത്സയും പഞ്ചകർമ്മ ചികിത്സയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആയുർവേദം സ്വീകരിക്കുന്നത്. അതികഠിനമായ വേദനയുണ്ടാകുമ്പോൾ പരിപൂർണ വിശ്രമമാണ് വേണ്ടത്. അനുയോജ്യമായ എണ്ണ പുരട്ടി എരിക്കില, പുളിയില, ആവണക്കില മുതലായ വാതഹരങ്ങളായ ഇലയിട്ട് ആവി പിടിക്കുന്നത് വേദനകൾക്ക് നല്ല ശമനം നൽകും. പ്രത്യേകതരം ലേപനങ്ങൾ, ബാൻഡേജുകൾ, ഔഷധധാരകൾ എന്നിവയിലൂടെ നീരും വേദനയും കുറയ്ക്കുവാൻ കഴിയും. പൊടിക്കിഴി, ഇലക്കിഴി, നാരങ്ങാക്കിഴി, മഞ്ഞൾക്കിഴി, ഞവരക്കിഴി, പിഴിച്ചിൽ, കടിവസ്തി, കഷായവസ്തി, സ്നേഹവസ്തി തുടങ്ങിയ ചികിത്സകളിൽ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥയ്ക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കുന്നവ ഉപയോഗിച്ചാണ് യുക്തിപൂർവം ചികിത്സ ചെയ്യുന്നത്. ചികിത്സയ്ക്ക് ശേഷം അനുയോജ്യമായ വ്യായാമം, യോഗ ചികിത്സ, ജീവിതശൈലി ക്രമീകരണം എന്നിവ വേദനകളുടെ തിരിച്ചുവരവ് തടയുന്നതിന് അനിവാര്യമാണ്. നടുവേദന, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ചാലപ്പുറം ധന്വന്തരി ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VG ഉദയകുമാർ. ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം. സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക്, ചെറുട്ടി റോഡ്, കോഴിക്കോട്. സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ.